ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമൊക്കെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഉള്ളിലേക്ക് വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് 25 ഗ്രാം. പിന്നെ ചാച്ചട്ട് വന്ന ഇൻസ്ട്രക്ഷനൊക്കെ തരികയാണ്. അപ്പോൾ ഉള്ളി അരച്ച് പേസ്റ്റ് ആക്കാനുള്ള ലെബലൈൻ സൊല്യൂഷന് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രൈൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത്. നമ്മൾ ക്രഷ് ചെയ്ത് എല്ലാം എക്സ്ട്രാക്റ്റൊക്കെ ചെയ്ത് സാമ്പിൾ അവിടെ വെച്ചിരിക്കുകയാണ്. മിസ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന DNA നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിന് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതിന് ഉള്ള റേഷ്യോയിൽ നമ്മൾ കോൾഡ് ആൽക്കഹോളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. കോൾഡ് ആൽക്കഹോളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഏത് റേഷ്യോയിലാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് റിയേജൻസ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ മിസ് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരുവാണ്. ബാക്കി പ്രിപ്പറേഷനൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് ക്രഷ് ചെയ്യുന്നൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ വെയിറ്റ് എടുത്തിട്ടുള്ള സാധനം നമ്മൾ ക്രഷ് ചെയ്തിട്ട് അത് ലെബലൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സോപ്പ് ലബോറട്ടറി ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മിക്സ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് 50 ml പ്രിപ്പയർ ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പിഴിഞ്ഞെടുക്കും. ഒരു നല്ലൊരു മസ്ലിൻ ക്ലോത്ത് വെച്ച് പിഴിഞ്ഞെടുത്തിട്ട് ആ സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് ടെസ്റ്റ് ട്യൂബിലേക്ക് ആക്കിയിട്ട് ഈ ആൽക്കഹോളും ഇതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 3 ml സൊല്യൂഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ആൽക്കഹോൾ ഒരു 9 ml ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് പതുക്കെ ട്യൂബ് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് വേണം, അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതാണ് മിസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പൊന്തി വരുന്നത് കാണാം, മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സെപ്പറേറ്റായി വരുന്നത് കാണാം. അതിലാണ് നമ്മുടെ DNA ഉള്ളത്. ആ ക്ലംപ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും, അതിനകത്താണ് നമ്മുടെ DNA ഉള്ളത്. കണ്ടില്ലേ, അതേപോലെയാണ് ഉണ്ടാവുക. നല്ലപോലെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. നല്ലപോലെ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല വൈറ്റ് കളറിൽ ആ മുകളിൽ കാണുന്നതാണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മിസ് നല്ല രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മിസ് അതെങ്ങനെയാണ്, എത്ര ക്ലിയർ ആയിട്ടാണ് കാണുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കാരണം ഞങ്ങളുടെ കൂടെ കുറേ കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടെ ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കൂട്ടത്തിൽ ഞാൻ എൻ്റെ വീഡിയോയും എടുത്തു. അപ്പോൾ നമ്മളത് ആൽക്കഹോൾ പിപ്പറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സാമ്പിൾ പിപ്പറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സാമ്പിളാണ് നമ്മൾ ആദ്യം പിപ്പറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൽക്കഹോൾ പിപ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാമ്പിളൊക്കെ പിപ്പറ്റ് ചെയ്ത് അത് കറക്റ്റ് അളവാണോ എന്നൊക്കെ നോക്കിയിട്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഞാൻ സൂക്ഷ്മമായിട്ട് സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അളവും കാണാൻ തെറ്റിപ്പോയ പണി പാടില്ലേ, അതുകൊണ്ട് നമ്മളങ്ങനെ സൂക്ഷ്മമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 ml എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ml തന്നെ ഒഴിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ 3 ml ആക്കാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ സൊല്യൂഷൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിങ്ങനെ കറക്റ്റ് നമുക്ക് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കോൾഡ് ആൽക്കഹോൾ നമ്മൾ പിപ്പറ്റ് ചെയ്തെടുക്കുക. അതാണ് അടുത്ത് ചെയ്യേണ്ടത്. കോൾഡ് ആൽക്കഹോൾ പിപ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോൾഡ് ആൽക്കഹോൾ ഇതേപോലെ 9 ml നമ്മൾ ഇതിങ്ങനെ സൈഡിൽ കൂടെ വെക്കണം ടെസ്റ്റ് ട്യൂബിൻ്റെ, നമ്മൾ പിപ്പറ്റ് ചെയ്തിട്ട്. എന്നിട്ട് അതിന് സൈഡിൽ കൂടെ വെച്ചിട്ട് മിസ് അവിടെ നിന്നിട്ട് എന്തൊക്കെയോ എന്നെ പറയുന്നത്, ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ചിട്ട് വേണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് സാഹസികമായിട്ട് അളവൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടിയും കുറഞ്ഞൊന്നും ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കറക്റ്റ് അളവിന് അത് പിപ്പറ്റ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര അളവ് 9 ml തന്നെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ കുറച്ചാകുമ്പോഴത്തേക്ക് അത് കുറേ താഴെ ഇറങ്ങിപ്പോവും. പിന്നെ നമ്മൾ ഒന്നുകൂടെ വലിച്ച് കയറ്റി വീണ്ടും നമ്മൾ പിപ്പറ്റ് ചെയ്ത് കയറ്റും. ഇങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അപ്പുറത്ത് നിന്ന് എല്ലാവരും കമൻ്റ് അടിക്കുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് പതുക്കെ ഇങ്ങനെ സ്ലാൻഡിങ് പൊസിഷനിൽ ടെസ്റ്റ് ട്യൂബ് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലിങ്ങനെ ഒരു ലിമിറ്റ് വരെ പിപ്പറ്റ് കയറി പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അതവിടെ സ്റ്റക്കാവും. അത് കഴിഞ്ഞാൽ താഴേക്ക് പോലെ മാക്സിമം നമ്മളിങ്ങനെ സ്ലാൻഡ് ചെയ്ത് വെച്ചിട്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കൂടെ ലാറ്ററൽ സൈഡ്സിൽ കൂടെ
പതുക്കെയാണ് ഈ ആൽക്കഹോൾ നമ്മൾ ഒഴിക്കേണ്ടത്. അങ്ങനെ ഒഴിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ ഒറ്റയടിക്ക് ഒഴിക്കാതെ പതുക്കെ ഒഴിച്ച് മാത്രമേ അത് DNA ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് മുകളിലേക്ക് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് അത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിനെ കൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കുട്ടിയാണ് എനിക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ അതിങ്ങനെ വിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് കണ്ടോ, പതുക്കെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ആ സെൻറ്ററിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും അത് മുകളിലേക്ക് കയറി വരും. അത് കഴിഞ്ഞ് നമ്മളത് സ്പൂളിങ് നടത്തിയെടുക്കുകയാണ് ചെയ്യുക. ഇതാണ് നമുക്ക് സ്പൂളിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള DNA. അത് ഫോക്കസ് ആവുന്നില്ല, ചെറിയ സാധനം ആയതുകൊണ്ട് ഫോക്കസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോക്കസ് ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനകത്തൊരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് ഉണ്ട് മുകളിൽ പൊന്തി നിൽക്കുന്നത്. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള DNA എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ചെറിയൊരു സ്ട്രാൻഡ് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല, അതാണ് DNA, നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള DNA. ഞങ്ങൾ അത് തന്നെ പല ആംഗിളിൽ ഫോക്കസ് ആവാൻ വേണ്ടി പലയിടത്തേക്കൊക്കെ പിടിച്ച് നോക്കി, പക്ഷെ മര്യാദയ്ക്കൊന്നും ഫോക്കസ്ഡ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പം ഞങ്ങളത് ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ നോക്കുകയാണ്. ഇത് എപ്പോഴാണ് ശരിയാക്കിയിട്ട് കിട്ടുകയെന്നറിയില്ല. ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഓരോരുത്തരായിട്ട് ഇങ്ങനെ അവരുടെ ടീമൊക്കെ വന്നിട്ട്. ചിലർക്ക് ഹൊറിസോണ്ടൽ ജെൽ കാസ്റ്റിങ്ങും വെർട്ടിക്കൽ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പലർക്കും പല 2 മെത്തേഡിലാണ് നമ്മൾ ജെൽ കാസ്റ്റിംഗ് ചെയ്യുന്നത്. അതും എൻ്റെ കൂടെ ചെയ്യണം. പിന്നെ മിസ്സ് ഞങ്ങൾക്ക് ഹൊറിസോണ്ടൽ ജെൽ കാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തരുവാണ്. നമ്മൾ ഓൾറെഡി ജെല്ല് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന് ചുറ്റും ഇങ്ങനെ ടേപ്പൊക്കെ ഒട്ടിച്ച് സെക്യൂർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ജെല്ലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ റിമൂവ് ചെയ്യണം, അത് നമ്മൾ മിക്സ് ചെയ്ത അഗാറ് പിപ്പറ്റ് ഔട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചൂടായിരിക്കുന്ന അഗാറെണ്ണ കുറച്ച് ചൂടുണ്ടായിരുന്നു അതിന്, അത് ഒഴിച്ചിട്ട് അത് നമ്മുടെ ട്യൂബാണെങ്കിൽ ഒരു ട്യൂബ് ഉണ്ടാവും, ആ ട്യൂബിലേക്കാണ് ഒഴിക്കുക. മറ്റേ ഹൊറിസോണ്ടൽ ജെൽ കാസ്റ്റാണെങ്കിൽ ഇതുപോലെ ഒരു അപ്പാരറ്റസ് ഉണ്ടാവും, ആ ഒരു പ്ലേറ്റ് പോലത്തെ, അതിലേക്കാണ് നമ്മൾ ഒഴിക്കുക. ഒഴിച്ച് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വയ്ക്കും. എന്നിട്ട് മറ്റേതാകുമ്പോൾ അടിയിലൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച സാധനം ഇങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് മിസ് കാണിച്ചിരുന്നത്. മിസ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് വിചാരിച്ച് ഇത്ര സ്മൂത്തായിട്ട് പോരുന്നില്ല. കാരണം ഞങ്ങളത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചേറെ ടൈം അതവിടെ സെറ്റാവാൻ ഇരുന്നത് കൊണ്ട് അതവിടെ ഉറച്ചു പോയി. അതുകൊണ്ടത് പെട്ടെന്ന് അങ്ങോട്ട് തള്ളി വരുന്നില്ല. അതിപ്പോൾ മിസ്സ് കുറേ തട്ടിക്കൊട്ടിക്കൊണ്ട് ഇരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മിസ്സ് കുറേ പുള്ളി ചെയ്യാനും തട്ടി വരുത്താനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്നാലും വരുത്തി, ഡാമേജൊന്നും കൂടാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ പുഷ് ചെയ്തിട്ടൊക്കെയാണ് ഈ സാധനം പുറത്തേക്ക് വന്നത്. മിസ് ഇങ്ങനെ തട്ടിക്കൊട്ടി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാധനങ്ങൾ. അതിങ്ങനെ അത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്കണമല്ലോ, അതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് മിസ് കുറേ കുറേ സാധനം വെച്ച് ഇങ്ങനെ തള്ളി താഴോട്ട് ആക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നീങ്ങിയൊക്കെ വരുന്നുണ്ട്. ഒരു തട്ടി വരുത്തണം എന്നൊക്കെ മിസ് ഇങ്ങനെ പറയുന്നുണ്ട്. പതുക്കെ തട്ടി കൊടുക്കണം, ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഒട്ടും ബ്രേക്ക് ആവാൻ പാടില്ല. ജെല്ലായതുകൊണ്ട് വേഗം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും പൊടിഞ്ഞു പോകാതെ നമ്മളതിനെ സൂക്ഷിക്കണം. നമ്മൾ പൊടിയാതെ ഇങ്ങനെ തട്ടി പയ്യെ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ട്യൂബ് വരാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് സെറ്റായത് കുറച്ച് കൂടിയപ്പോയതുകൊണ്ട് കുറച്ച് പാടുപെട്ടിട്ടാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പതുക്കെ നീങ്ങി വരുന്നുണ്ട്. പതുക്കെ ഉണ്ടോ, പതുക്കെ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ മിസ്സിങ്ങനെ വിരലൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി നോക്കുകയാണ്.
അങ്ങനെ അവസാനം തട്ടി തട്ടി നമ്മുടെ ജെല്ല് വന്നുകൊണ്ടിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജെല്ല് പേപ്പറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ വഴക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാടുപെടും, അല്ലെന്നുണ്ടെങ്കിൽ 2 കൊട്ടുകൊട്ടേ വീഴുമെന്നാണ് മിസ്സ് പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾക്ക് ഇച്ചിരി പണി പാളി. എന്നാലും നമുക്കത് പ്രോപ്പറായിട്ട് വന്നു. പക്ഷെ കുറച്ച് സെറ്റായി പോയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു അതിനെ ഒന്ന് ഊരിപ്പിഴിഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി നോക്കിക്കൊണ്ട് ഇരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മിസ്സ് ട്യൂബ് ജെൽ കാസ്റ്റിംഗ് കാണിച്ചത്. ട്യൂബ് വെച്ച് കൊട്ടിയപ്പോൾ തന്നെ അത് വന്നു. കാരണം അത് ഞാനാണ് ചെയ്തത്. പിന്നെ അത് വന്നു. പക്ഷെ എന്ന് വെച്ചാൽ ഞാനത് നോക്കി അന്തം വിട്ട് ഇരുന്നത് കൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ട്യൂബ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ജസ്റ്റ് ട്യൂബ് പോലെ തന്നെ കാസ്റ്റായിട്ട് ജെൽ അവിടെ ഉണ്ടാവും. അതിങ്ങനെ തട്ടുമ്പോഴത്തേക്കും വരും. പിന്നെ അത് കഴിഞ്ഞ് വൈൻഡിങ് അപ്പ് സെക്ഷൻ ആയിരുന്നു. നമ്മൾ ഫാദറിനെ വിളിച്ചുകൊണ്ട് വന്ന് ഫാദർ കുറേ പ്രസംഗിച്ചു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരും ഉണ്ട്, സാറ്, മിസ്സുമാർ, ഞങ്ങൾ ഒക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ പാർലേജി ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സാറെന്തൊക്കെയോ പറയുന്നു, ഫാദർ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഞങ്ങളത് കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല കുട്ടികളാവണം, നല്ല പോലെ ആവണം, നല്ല രീതിയിൽ അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിക്കും ഫാദർ ഇങ്ങനെ പറയുന്നത്. ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് തരുന്നത്. കാരണം ഇതറിയാലോ. അപ്പോൾ എപ്പോഴും കൂടുതൽ സൊല്യൂഷൻ ഒഴിക്കാം, ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എഡ്ജ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിനിഷ്. ഇതിൽ സെൻറ്ററിലായിട്ട് നമ്മൾ മൈക്രോ പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് ലോഡ് ചെയ്യും. ഫാദർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമിന് ഒരു സ്പീച്ച് പറയാനും. പിന്നെ നമുക്കൊരു ഗസ്റ്റ് പോലെ നമ്മുടെ പ്രോഗ്രാമിന് അതിൻ്റെ അപ്പ് സെക്ഷനിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫാദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫാദർ വന്നിട്ട് കുറേ കുട്ടികളെ പറ്റി പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ പറ്റിയും കുട്ടികൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അവരെ ഉപയോഗിക്കേണ്ടതിനെ പറ്റിയൊക്കെ കുറേ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സർട്ടിഫിക്കറ്റ്സൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. ഫാദർ 2 ടീച്ചേഴ്സിനാണ് സർട്ടിഫിക്കറ്റ്സ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ ഒരു കുട്ടികളായിട്ട് വന്ന് മേടിക്കുക സർട്ടിഫിക്കറ്റ്. മൊത്തം ഒരു 11 കുട്ടികളാണ്, 11-10 കുട്ടികളാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവർ ഭയങ്കര ഹാപ്പിയായി. സർട്ടിഫിക്കറ്റൊക്കെ സാറ് കൊടുക്കുവാണ്. ആദ്യത്തെ 1-2 ടീച്ചേഴ്സിന് സർട്ടിഫിക്കറ്റ്സ് ഫാദർ കൊടുത്തു. പിന്നെ കുട്ടികൾക്കാണ് സാറ് കൊടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഞാൻ സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് വാങ്ങിക്കുന്നത്. കുട്ടികൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു. ഞങ്ങളവരിവിടെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് തന്നെ കുട്ടികളായിട്ടൊരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റി. സോ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിലൊക്കെ ടീച്ചേഴ്സ് ഞങ്ങൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് നല്ലതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത് നമ്മളെല്ലാം ചെയ്തു, അത് നല്ല രീതിയിൽ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ നമ്മളടുത്ത് പറയുമ്പോൾ നമ്മളത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ അതിൻ്റെ ഒരു പാർട്ടായിരുന്നല്ലോ. സോ ഞങ്ങൾ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങളും പെട്ടെന്നൊരു ദിവസം കൊണ്ടാണ് ഇതൊക്കെ പഠിച്ചതും അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി. സോ ഞങ്ങളും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ ഡേ നല്ലപോലെ എൻജോയ് ചെയ്തു. ക്ലാസ്സില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ എനിക്ക് പ്രത്യേക താല്പര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉഷാറുണ്ടായിരുന്നു. ക്ലാസ്സിലിരിക്കുന്ന ഒരു ഉറക്കം പിടിച്ച് അതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടായിരുന്നു ഇരുന്നത്. ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ കുട്ടികളും കൂടെ അടുത്തുള്ളത് കൊണ്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്ന് ഇങ്ങനെ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരും നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. കുട്ടികൾ ഒരുപാട് ഞങ്ങളെ മിസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അവരുമായിട്ട് ഞങ്ങൾക്കൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുതന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ മിസ്സ് ഞങ്ങളെപ്പറ്റി മിസ്സായിരുന്നു കോർഡിനേറ്റർ. മിസ്സ് ഞങ്ങളെപ്പറ്റി ഒരുപാട് ഞങ്ങളെ എഫേർട്ടിനെ പറ്റി മിസ്സ് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഈ ചെറിയ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. സോ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സോ അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്റ്റുഡൻറ്റ്. സോ അവൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. അതിൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. സോ അത്രയേ ഉള്ളൂ.